ഇപ്പൊ ഉടമ്പടി നിലവിൽ പ്രതിസന്ധിയിലാണുള്ളത്. ഈ വെടിനിർത്തലിന് ശേഷവും വലിയ ആക്രമണം അവിടെ നടത്തിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഈ ഭാഗം പറയുന്നുണ്ട്. യെല്ലോ ലൈനിൽ അപ്പുറത്തേക്ക് കടക്കരുത്, സൈന്യം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ അതൊന്നും പാലിക്കപ്പെടാതിരുന്നു. ഇത്രയധികം ആളുകളെ വെടിനിർത്തലിന് ശേഷവും ഇല്ലാതാക്കി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതെങ്ങനെയായിരിക്കും അഡ്രസ് ചെയ്യുക രണ്ടാം ഘട്ട ചർച്ചയിൽ? അതിനതിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്നത്. കാരണം ഈ 2 മാസത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിൽ ഈ വെടിനിർത്തലിലൂടെ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ പലസ്തീൻ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങൾ തന്നെയാണ് പിന്നെയും തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. 367 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു, 1000-ഓളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളും വെള്ളവും മരുന്നും മറ്റു ഉൽപ്പന്നങ്ങളും എത്തിയിട്ടില്ല. താൽക്കാലിക താമസ സംവിധാനങ്ങൾ ലഭ്യമാക്കുമെന്ന് പറഞ്ഞിരുന്നു, അത് നടന്നിട്ടില്ല. പരിക്കേറ്റവർക്ക് ഏറ്റവും വിദഗ്ധ ചികിത്സ നൽകുമെന്ന് വ്യക്തമാക്കിയിരുന്നു, അതും നടന്നിട്ടില്ല. ഗുരുതരമായിട്ടുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ പോലും ഗസയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗസയുടെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഗസയുടെ ജീവൽ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇക്കാര്യത്തിൽ ഒരു തീർപ്പിൽ എത്തേണ്ടതുണ്ട്. അതിന് എത്ര കണ്ട് അമേരിക്കയും ഇസ്രായേലും തയ്യാറാകും, അത് അനുവദിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കാൻ അമേരിക്ക തയ്യാറാകുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളും ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെയും പലതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തുടർ ചർച്ചയിൽ ഇക്കാര്യങ്ങൾ വരേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം റഫാ അതിർത്തി തുറക്കുക എന്നത് തന്നെയാണ്. കാരണം എങ്കിൽ മാത്രമേ കൂടുതൽ സംവിധാനങ്ങളും സഹായങ്ങളും ഗസയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. പക്ഷെ ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഈജിപ്തിലേക്ക് ഭാഗത്തുള്ള അതിർത്തി തുറക്കാം, പക്ഷെ അത് ഗസയിൽ നിന്നുള്ള പലസ്തീനികൾക്ക് ഈജിപ്തിലേക്ക് മടങ്ങാൻ അതിനുള്ള ഒരു അവസരം മാത്രമാണ്. അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്നത് ഗസയിൽ നിന്ന് പലസ്തീനികളെ പുറന്തള്ളുക എന്നതാണ്. അത് ഒരു നിലയ്ക്കും അംഗീകരിക്കുകയില്ല. പലസ്തീനികൾ അവിടെ തന്നെ തുടരും, അല്ലാത്ത ഒരു നീക്കത്തിലും തങ്ങൾ അനുകൂലമല്ല എന്നാണ് ഇന്നിപ്പോ ഈജിപ്തും ഖത്തറും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതാണ് ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ ഇതൊരു വെടിനിർത്തലായി പോലും കാണാൻ സാധിക്കില്ല. കാരണം അത് വീണ്ടും ആശങ്കയുണ്ടാക്കിയ കാര്യമാണ്. വെടിനിർത്തൽ എന്ന് പറഞ്ഞിട്ട് ഇത്രയധികം ആളുകളെ വീണ്ടും കൊന്നൊടുക്കിയത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ട് അവിടെ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കൃത്യമായി ഈ ഉടമ്പടിയിൽ എന്താണോ പറഞ്ഞത് അതനുസരിച്ച് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ മാത്രമായിരിക്കുമോ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് ഇനിയുള്ള സപ്പോർട്ട് ഈ കരാറുമായി ബന്ധപ്പെട്ട് ഈ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യത? ഇപ്പോഴത്തെ ഈ ലംഘനങ്ങൾ ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും രീതിയിലേക്ക് മാത്രം കാര്യങ്ങൾ മാറുന്നതിനെ ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഏതുതരം പ്രതിഷേധമായിരിക്കും ഉയർത്താൻ സാധ്യത? ഇത് തന്നെയാണ് ഇതിൽ വലിയൊരു പ്രതിസന്ധിയായിട്ട് നേരിടുന്നത്. കാരണം ഇസ്രായേലും അമേരിക്കയും എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന കാര്യം, കാരണം നേരത്തെ മുന്നോട്ട് വെച്ച 20 ദിന പദ്ധതിക്ക് പകരമായിട്ട് ഗസയിൽ നിന്ന് ഇനിയും ഈ പലസ്തീനികളെ പുറന്തള്ളണം, ഗസയിൽ പലസ്തീനികളില്ലാത്തൊരു ഒരു ഭരണ സംവിധാനം വരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ടാണ് അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ ഈ മധ്യസ്ഥ റോളിൽ തങ്ങൾക്ക് തുടരാൻ താല്പര്യമില്ല എന്ന് തന്നെ ഖത്തറും ഈജിപ്തും തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അറബ് ലീഗും അതോടൊപ്പം തന്നെ 57 അംഗ മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള OICയും ഇക്കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. 1967 മുമ്പുള്ള അതിർത്തികൾ മാനദണ്ഡമാക്കി ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം വരണം. ആ പലസ്തീൻ രാഷ്ട്രം തന്നെ അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും തങ്ങൾ പിറകോട്ട് പോവുകയില്ല എന്നാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള എല്ലാ അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ അത് അംഗീകരിക്കുന്നില്ല. അത്തരമൊരു രാഷ്ട്രത്തെ തന്നെ അവർ നിരാകരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഹമാസിന്റെ നിരായുധീകരണം എന്നത് എളുപ്പമായിരിക്കില്ല. ഹമാസ് അതിനോട് അംഗീകരിക്കാനും സാധ്യതയില്ല. കാരണം ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം വരികയാണെങ്കിൽ അത്തരമൊരു രാഷ്ട്രത്തിന് തങ്ങളുടെ ആയുധങ്ങൾ കൈമാറാമെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട്. ആ നിലപാടിനോട് തന്നെയാണ് അറബ് മുസ്ലിം രാജ്യങ്ങൾ ഇപ്പോൾ ചേർന്നു നിൽക്കുന്നത്. അതല്ലാതെ ഏകപക്ഷീയമായിട്ട് വിദേശ സൈന്യത്തെ കൊണ്ടിറക്കുകയും എന്നിട്ട് ഹമാസിനെ ഇല്ലായ്മ ചെയ്യുകയും എന്നിട്ട് തങ്ങളുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഗസയെ ഒരു കേന്ദ്രമാക്കി മാറ്റാൻ തങ്ങൾ അതിനെ അരുനിൽക്കുകയില്ല എന്ന് അറബ് മുസ്ലിം രാജ്യങ്ങൾ വ്യക്തമാക്കിയ സ്ഥിതിക്ക് രണ്ടാം ഘട്ട ചർച്ച എന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ എന്നത് വളരെ സങ്കീർണമായ ഒരു അവസ്ഥയിലേക്കാണ് മാറിയിരിക്കുന്നത്. എന്തായാലും ട്രംപും നെതന്യാഹുവും തമ്മിൽ വൈറ്റ് ഹൌസിൽ നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അറബ് മുസ്ലിം രാജ്യങ്ങൾ കുറെ കൂടി തങ്ങളുടെ പ്രതികരണം വ്യക്തമാക്കുക.